പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ആ കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാമല്ലോ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ദൈവത്തിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അയക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ദൈവത്തിൽ കടന്നു വരാം. അല്പനിമിഷം ചിന്തയ്ക്കായി ധ്യാനിപ്പാൻ എടുത്തിരിക്കുന്ന വേദാംശം, ഇന്നത്തേക്കുള്ള ദൂത് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21 അധ്യായം, അതിൻ്റെ 1 വാക്യത്തിലേക്ക് വരാം. 1 ദിനവൃത്താന്ത പുസ്തകം 21 അധ്യായം, അതിൻ്റെ 1 വാക്യം. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂത്. ഇവിടെ സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. ഇന്ന് പകലിൽ ഈ 6ാമത്തെ ദിവസം ചില കുടുംബത്തിന് വിരോധമായി സാത്താൻ എണീക്കുക, ചില സഭയ്ക്ക് വിരോധമായി സാത്താൻ എണീക്കുക. ആമേൻ. അഭിഷിക്തന്മാരെ തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ ആയിരിക്കും, ശരിയായിരിക്കും. ആമേൻ. എന്നാൽ 2 ശമൂവേലിന്റെ പുസ്തകം 24 അധ്യായത്തിൽ 1 വാക്യം പറയുന്നു, യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. ആമേൻ. ഇപ്പൊ സാത്താൻ എല്ലാ കാലത്തും മാനവരാശിയെ തകർത്ത് കളയുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ, ആദമും ഹവ്വയും ജനിച്ച നാൾ മുതൽ, ഖയീനും ഹാബേലും ആരാധനയുടെ മുമ്പിൽ നിന്ന സമയം മുതൽ യാഗങ്ങൾക്ക് വരെ വിരോധമായി നിന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, ഒരു 2026 സാത്താൻ എണീറ്റിട്ടുണ്ട്. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ വരുന്ന 3 മാസങ്ങൾ അഭിഷിക്തന്മാർ കടന്നു പോകുകയാണെങ്കിൽ സാത്താൻ്റെ അടിവേരിനെ തകർക്കാൻ കഴിയും. നമ്മൾ പോലും ചിന്തിക്കാത്ത മേഖലയിൽ കൂടെയൊക്കെ സാത്താൻ നമ്മെ കൊണ്ടുപോകും. അവൻ്റെ തന്ത്രമാണ്. ദൈവം അരുത് എന്ന് പറയുന്നത് സാത്താൻ നമ്മെ കൊണ്ട് ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. അതല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ഈ തോട്ടത്തിൽ എല്ലാ വൃക്ഷഫലവും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്ന അറിവിൻ്റെ വൃക്ഷഫലം എന്ത് ചെയ്യരുത്, നിങ്ങൾ കഴിക്കരുത്. കഴിക്കുന്ന നാൾ നിങ്ങൾ എന്ത് ചെയ്യും, മരിച്ചു പോകും എന്നൊക്കെ വേദപുസ്തകത്തിനകത്ത് ആമേൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സാത്താൻ തന്ത്രശാലിയാണ്. ദൈവം അത് എന്ന് പറഞ്ഞതിനെ സാത്താൻ ചെയ്യിച്ചു. ആമേൻ. ഇവിടെ അത് തന്നെയാണ്. ദാവീദിന് വിരോധമായി, അല്ലെങ്കിൽ ഇസ്രായേലിന് വിരോധമായി സാത്താൻ ഒരു കൂട്ടമായി എണീറ്റു. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ നേരെ ആമേൻ സാത്താന്റെ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് ആമേൻ രാജാവ് എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസന്നിധിയിൽ വളരെ വേദനിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം അരുതെന്ന് പറഞ്ഞത് സാത്താൻ ചെയ്യിച്ചു. കണ്ടോ, ഇവിടെ അങ്ങനെ തന്നെയാണ്. ആമേൻ. സാത്താൻ എന്ത് ചെയ്തു അറിയാമോ? യഹൂദയെയും
എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. എപ്പോഴാണോ അഭിഷേക തൈലം ഒരു അഭിഷേകത്തിൻ്റെ മേൽ വീഴുന്നത്, അപ്പോൾ സാത്താനും എണീക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഷേകമുണ്ടെങ്കിൽ ഒരു സാത്താനുമുണ്ട്. ഒരു സാത്താൻ ഇല്ലെങ്കിൽ അഭിഷേകവുമില്ല. ശ്രദ്ധിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ അഭിഷക്തന്മാർ വളരെ പ്രാർത്ഥിക്കണം. സാത്താൻ നമ്മുടെ ഹൃദയങ്ങളെ ഒന്നും കവർന്നു കളയരുത്. ആമേൻ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ദൈവദാസന്മാർ മുമ്പിലോട്ട് യാത്ര ചെയ്യുമെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ആമേൻ ശുശ്രൂഷ മേഖലകളിൽ വെളിപ്പെടുവാൻ കഴിയും. കാരണം ദൈവാത്മാവിൻ്റെ വലിയ മഹത്വം അതിനകത്ത് വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൽ മുൻപിലോട്ട് സഞ്ചരിക്കുന്ന അഭിഷക്തന്മാരോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഒരു പ്രവചന ശബ്ദമായി ഇന്ന് പകൽക്കാലം ദൂത് പറയാം. സാത്താൻ പലതും നമ്മെ തോന്നിപ്പിക്കും. നോക്കിക്കേ, ഇവിടെ സെഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് ആമേൻ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ പൾസിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ പൾസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി അല്ലയോ എന്ന് കൽപ്പിച്ചു. കേട്ടോ, ദൈവം, യഹോവയായ ദൈവം ദൂതന്റെ മുമ്പിൽ നിൽക്കുന്ന, ഹല്ലേലൂയ, ദൈവഭക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഉന്മയോടെ നിൽക്കുന്ന യോശുവയെ തകർത്ത് കളയാൻ, യോശുവയെ ശപിക്കുവാൻ, യോശുവയുടെ ജീവിതത്തിൽ വാഴ്ത്തത്വങ്ങൾ സംഭവിക്കരുത്, ശുശ്രൂഷ അതിൻ്റെ നിലയിൽ വെളിപ്പെടരുത്, യോശുവയെ തകർത്ത് കളയാൻ സാത്താൻ എണീറ്റു. ഇന്ന് പകൽക്കാലം ആമേൻ യോശുവ വേറെ ഒന്നുമല്ല ധരിച്ചിരിക്കുന്നത്. യോശുവ വേറെ തെറ്റൊന്നും ചെയ്തില്ല. യോശുവ ചെയ്തത് അല്ലെങ്കിൽ എന്തെന്നറിയാമോ? ഒരു മുഷിഞ്ഞ വസ്ത്രമാണ് യോശുവ ധരിച്ചിരുന്നത്. സ്തോത്രം. നോക്കി, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു, ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അവർ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരുടെ മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കുവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. കണ്ടോ, അപ്പോ ദൈവം അവനെ ഉത്സവവസ്ത്രം ധരിപ്പിച്ചു. അത് നനയ്ക്കാത്ത ഏത് വസ്ത്രവും അങ്ങനെയൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രത്തിൽ ഒരു ചെറിയ ഒരു അഴുക്കുണ്ടെങ്കിലും സാത്താൻ കണ്ടുപിടിച്ച കണ്ടോ. സാത്താൻ അങ്ങനെയാ, മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ അവൻ കണ്ടുപിടിക്കും. ആമേൻ. കർത്താവിന് പോലും മനസ്സിലാക്കാത്ത കാര്യം സാത്താന് മനസ്സിലാക്കാൻ പറ്റും. ആമേൻ. സാത്താന് പ്രത്യേക ഒരു ശക്തിയാണ്. ഇന്ന് പകലിൽ ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, ദൈവം പറയാത്ത കാര്യങ്ങളിലേക്ക് പറയും ചാടിക്കളയരുത്. ഒരു കാര്യം മനസ്സിലേക്ക് വരുമ്പോൾ 100 വട്ടം ചിന്തിക്കണം, 100 വട്ടം അതിനായി പ്രാർത്ഥിക്കണം. ശരിയാണോ ദൈവമേ, ഈ കാര്യം ശരിയാണോ കർത്താവേ എന്ന് 100 വട്ടം പ്രാർത്ഥിക്കേണ്ടതായുണ്ട്. പ്രത്യേകിച്ച് ഒരു ദൈവ അഭിഷക്തനും ദൈവിക കൃപയിൽ നിൽക്കുന്ന അഭിഷക്തമാർക്കും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ 100 വട്ടം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവത്തോടും ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ച് മുമ്പിലോട്ട് പോയാൽ ഒരു വലിയ ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുന്നത് കാണാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു, ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഈ 6-ാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ചാണ് പാതപെടുത്തിൽ കടന്നു സമയം മുതൽ ഈ സമയം വരെയും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നല്ലോ. കർത്താവേ, ഞങ്ങളെ ആരെയും ശത്രു തകർക്കാൻ സ്വർഗ്ഗം വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ഒരു വലിയ ആത്മസാന്നിധ്യം വെളിപ്പെടുത്തുമാറാകണമേ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിയുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
ആമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.